إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിൽ മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകളും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ മാസത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഇബാദത്തുകളും അതിൻ്റെ പ്രാധാന്യവുമെല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിനോടനുബന്ധമായി ആശൂറ ദിവസം, മുഹറം 10 എന്ന ശ്രേഷ്ഠമായ ദിവസം, ആ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഇസ്ലാമികമായ ചില പാഠങ്ങളുണ്ട്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിച്ച മുഹറം 10 ആശൂറ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയെ മുൻനിർത്തി നമ്മെ കേൾപ്പിച്ച ചില പാഠങ്ങൾ, ഓരോ മുസ്ലിമും അനിവാര്യമായും ഉൾക്കൊള്ളേണ്ടുന്ന, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന മഹത്തായ ചില പാഠങ്ങൾ. സഹോദരങ്ങളെ, ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള വിജയം, സഹായം അത് അല്ലാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമാണ്. ആത്യന്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം, തൗഹീദ്, അത് അംഗീകരിക്കുന്നവർക്ക്, അള്ളാഹുവിനുള്ള അവകാശം, അവനുള്ള ഹക്ക്, അവന് മാത്രം ഇബാദത്തുകൾ, ആരാധനകളുടെ ഏതംശവും വകവെച്ച് നൽകുക എന്ന തൗഹീദിന്റെ അടിത്തറ ജീവിതത്തിൽ പാകി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നെഞ്ചേറ്റി ജീവിക്കുന്നവർ, എത്രത്തോളം അവർ അതിൽ ശക്തമായി, വ്യക്തമായി, സുദൃഢമായി നിലകൊള്ളുന്നുവോ അത്രത്തോളം അവർക്ക് അല്ലാഹു എന്നുള്ള വിജയവും സഹായവും കൂടുതൽ ലഭിക്കുമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലാഹുവിനെ സഹായിക്കുന്നവർ അവരെ അല്ലാഹു സഹായിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന് നമ്മുടെ ആരുടെയും സഹായം ആവശ്യമില്ല. അല്ലാഹു ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്ത വിധം അവൻ പരാശ്രയമുക്തനും നിരാശ്രയനുമാണ്. എല്ലാവർക്കും അല്ലാഹുവിൻ്റെ സഹായം ആവശ്യമാണ്. എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രിതരാണ്. എന്നാൽ അല്ലാഹുവിനുള്ള സഹായം എന്നിവിടെ വിശേഷിപ്പിച്ചത് എന്താണ്? അല്ലാഹുവിൻ്റെ ദീൻ നമ്മൾ മുറുകെ പിടിക്കുക. നാം ഓരോരുത്തരും മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് അല്ലാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങുക. നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും ദീനിനെ നമ്മൾ സഹായിക്കുക, ദീനിനെ വിളംബരം ചെയ്യുക. അല്ലാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അല്ലാഹുവിൽ സ്വീകാര്യമാകുന്ന ഒരേ ഒരു മതം, അതിൻ്റെ യഥാർത്ഥ വക്താക്കളായി നമ്മൾ ജീവിച്ചു മരിക്കുക.
ഇങ്ങനെ അള്ളാഹുവിനോടുള്ള സഹായം ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ കാഴ്ചവെച്ചാൽ അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ശുഭമായ നല്ല പര്യവസാനം അത് അള്ളാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് തഖ്വ കൈകൊണ്ട് ജീവിക്കുന്നവർക്കാണ്. അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞു ഖുർആനിൽ, മുഹറം 10 ദിവസം നമ്മൾ പറഞ്ഞു ചരിത്രത്തിൽ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ വിശ്വസിച്ച സമൂഹത്തെയും ഫിർഔനിൽ നിന്നും അയാളുടെ കിങ്കരന്മാരിൽ നിന്നും അള്ളാഹു രക്ഷിച്ച മഹത്തായ ദിവസമാണ്. ആ ദിവസത്തിന്റെ, ആ ചരിത്ര യാഥാർത്ഥ്യത്തിന്റെ, ഇസ്ലാമിന് ലഭിച്ച, ഇസ്ലാമിന്റെ പ്രവാചകനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും അവിടുത്തെ അനുയായികൾക്ക് ലഭിച്ച മഹത്തായ വിജയത്തിന്റെ പാഠം ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് മൂസാ നബിക്കും അവിടുത്തെ വിശ്വസിച്ചവർക്കും വിജയം ലഭിച്ചത്? അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിന്നതുകൊണ്ടാണ്. മുഹറം 10 ആശൂറയുടെ പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നതാണ് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറക്കുന്നിടത്തോളം കാലഘട്ടവും സമൂഹവും ഭരണകൂടവും ഭരണാധികാരിയും ആയുധവും സന്നാഹവും എല്ലാം അപ്പുറത്താണ്. പക്ഷേ ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് അളന്നാൽ നമ്മൾ നിസ്സഹായരാണ്, ശുഷ്കരാണ്, തുലോം തുച്ഛമാണ്, ബലഹീനരാണ്, അശരണരാണ്, പീഡിതരാണ്, അകറ്റപ്പെട്ടവരാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, ന്യൂനപക്ഷമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നിടത്ത്, ദീൻ മുറുകെ പിടിക്കുന്നവർക്ക് അനുകൂലമാകുമെന്നാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമകൾക്ക്, അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിന് മാത്രം അടിമത്വം വകവെച്ചുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നവർക്ക് സൃഷ്ടികളുടെയോ അതുപോലെ തന്നെ ആൾ ദൈവങ്ങളുടെയോ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെയോ അതല്ലെങ്കിൽ തന്റെ തന്നെ തന്നിഷ്ടങ്ങളുടെയോ തോന്നിവാസങ്ങളുടെയോ അടിമത്വം പേറാത്ത ആ ചങ്ങലക്കെട്ടുകളിൽ നിന്നെല്ലാം സ്വതന്ത്രനായി ലോകയുടെ റബ്ബായ, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിന് മാത്രം അടിമത്വം വകവെച്ച് നൽകുന്ന യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ, അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ. മറ്റാരെതിരാണെങ്കിലും മറ്റാര് തന്നെ സഹായിക്കാനില്ലെങ്കിലും അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്ന അള്ളാഹുവിന്റെ ചോദ്യം എത്ര പ്രസക്തമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ നിന്ദരാകേണ്ടതില്ല, നിങ്ങൾക്ക് ദൗർബല്യം അനുഭവിക്കേണ്ടതില്ല. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതർ, നിങ്ങൾ തന്നെ സമൂഹത്തിൽ തലയുയർത്തി നിൽക്കുന്ന അന്തസ്സും ആഭിജാത്യവും ഉള്ളവർ. ഇൻ കുൻതും മുഅ്മിനീൻ, പക്ഷെ എന്താണ് നിബന്ധന? നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. അതാണ് നാം പരിശോധിക്കേണ്ടത്. നമുക്ക് ഈമാനുണ്ടോ? നമ്മൾ നമ്മുടെ മനസ്സിൽ സ്വരുക്കൂട്ടി എന്ന് പറയുന്ന ഈമാൻ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്ന ഈമാൻ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി സത്യസന്ധമായി അള്ളാഹുവിന് വേണ്ടി സ്വർഗം മോഹിച്ച് നാം നടപ്പിലാക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഈമാനുണ്ടോ? യഥാർത്ഥ ഈമാനിന്റെ ഇസ്ലാമിന്റെ വക്താക്കളാണോ? ജീവിതം കൊണ്ടത് തെളിയിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത പ്രതിജ്ഞാബദ്ധരാണോ നാം എന്ന് നമ്മൾ പരിശോധിക്കണം. എങ്കിൽ അള്ളാഹു പറയുന്നു, വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് പരമോന്നതർ, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടിയും നിന്നത അനുഭവിക്കേണ്ടിയും വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുഹറം 10 ആശൂറയുടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സമൂഹത്തിന്റെയും ചരിത്ര വിജയത്തിന്റെ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, والمقصود بأن بحسب متابعة الرسول تكون العزة والكفاية والنصرة كما أن بحسب متابعته تكون الهداية والفلاح والنجاة. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം സമ്പൂർണ്ണമായി പിൻപറ്റുന്നിടത്താണ് വിജയമുള്ളത്, പ്രതാപമുള്ളത്, അള്ളാഹുവിന്റെ സഹായം നമുക്ക് അനുകൂലമാകുന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്പൂർണ്ണമായി പിൻപറ്റുന്നതിലൂടെ നമുക്ക് സന്മാർഗവും ഹിദായത്തും അതുപോലെ തന്നെ വിജയവും രക്ഷയും ലഭിക്കും. സഹോദരങ്ങളെ, ഒരേ സമയം ആത്മീയവും ഭൗതികവുമായ പരിരക്ഷയും അതുപോലെ തന്നെ സമാധാനവും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നവർക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മുറുകെ പിടിക്കുന്നവർക്ക് ഭൗതികമായ യാതൊരു നേട്ടവും ഉണ്ടാകുകയില്ല. അവർ പ്രാകൃതരാണ്. അവർ സമൂഹത്തിൽ ഏതോ മൂലയിൽ ചടഞ്ഞുകൂടപ്പെടുന്ന, തള്ളപ്പെടുന്ന, അതല്ലെങ്കിൽ അരുകുവൽക്കരിക്കപ്പെടുന്നവരാണ് എന്ന നിന്ദ്യത, അപകർഷതാബോധം ഒരിക്കലും നമ്മെ പിടികൂടിക്കൂടാ. അള്ളാഹുവിന്റെ ദീൻ
സത്യസന്ധമായി പ്രഖ്യാപിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ധാർഷ്ട്യവും തന്റേടവും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ പണയം വെച്ചുകൂടാ. സഹോദരങ്ങളെ, ഭൗതികവും ആത്മീയവുമായ സമാധാനവും വിജയവും സുരക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ലഭിക്കൂ. ഈ പാഠം നമ്മൾ അരക്കെട്ടുറപ്പിക്കണം. ഒരു മുസ്ലിമിന്റെ സ്വത്വബോധം നമ്മൾ വീണ്ടെടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അവിടുത്തെ ജീവിതചര്യ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമ്മൾ മടിച്ചുകൂടാ. നമുക്കതിന് മടിയുണ്ടായിക്കൂടാ, നമുക്കതിനോട് അലർജി ഉണ്ടായിക്കൂടാ, നമുക്ക് മുഷിച്ചിലുണ്ടായിക്കൂടാ. എന്തുകൊണ്ട് മുസ്ലിമിന്റെ സംസ്കാരവും വേഷവും രൂപവും ഭാവവും ഇസ്ലാമിന്റെ സ്വത്വബോധത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രകടിപ്പിക്കാൻ നമ്മൾ മടിക്കണം? നമുക്കെന്തിന് അപകർഷതാബോധമുണ്ടാകണം? അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത വിജയവും നമുക്ക് സമീപസ്ഥമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പാഠം നമ്മൾ മറന്നുകൂടാ. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിജയം, അവന്റെ സഹായം അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നിടത്തോളം നമുക്കുണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഭരണമില്ല, നമ്മുടെ കയ്യിൽ അധികാരമില്ല, നമ്മൾ ന്യൂനപക്ഷമാണ്, നമ്മൾ വളരെ കുറവാണ്, അംഗബലം കുറവാണ്, ആയുധബലം കുറവാണ്, നമ്മൾ അടിച്ചമർത്തപ്പെട്ടവരാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ഈമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള യഥാർത്ഥ ഇസ്ലാമിന്റെ ജീവിതം കാഴ്ചവെക്കുന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും കാരണങ്ങളും നമുക്കെതിരാണെങ്കിലും അത്ഭുതകരമായി നമ്മെ സഹായിക്കുമെന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ പാഠമാണ്, യാഥാർത്ഥ്യമാണ്. അല്ലാഹു പറഞ്ഞു, വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ ഒരിക്കലും ലംഘിക്കുകയില്ല. പക്ഷെ അധികം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാത്ത അധികം ആളുകളിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരല്ലാഹുവിനെ സൂക്ഷിച്ചവന്റെ നീർ മുറുകെ പിടിച്ച് ജീവിക്കുന്നുവോ എല്ലാ രംഗത്തും അവന് പോംവഴി ഉണ്ടാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണിത്, അലംഘനീയമായ വാഗ്ദാനം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അധികം ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ സംശയിക്കുന്നു. വമൻ യത്തഖില്ലാഹ വയജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, അല്ലാഹു അവൻ വിചാരിക്കാത്ത മാർഗത്തിൽ അവന് റിസ്ക് നൽകും, അന്നം നൽകും. അല്ലാഹുവിന്റെ വാഗ്ദാനം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷേ മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല. ആരാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, വയജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ എല്ലാ കാര്യത്തിലും അല്ലാഹുവിനെ എളുപ്പം നൽകും. അത്ഭുതകരമായി അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടൽ ഉണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. അല്ലാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അതുപോലെയുള്ള അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹുവിനും അവന്റെ റസൂലിനും, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്തുള്ളത്, അന്തസ്സുള്ളത്, അഭിമാനമുള്ളത്, പ്രതാപമുള്ളത്. അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. പക്ഷേ നമ്മൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും അടിയുറച്ച് വിശ്വസിച്ച് അല്ലാഹുവും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളാകണോ, ആകുന്നുവോ, അവിടെയാണ് കാര്യം. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷേ അല്ലാഹുവിന്റെ ദീനിനെ അഭിനയനാട്യമായി, കാപട്യമായി ഉള്ളിലൊന്നൊതുക്കി ഇസ്ലാമിനെതിരായ ആദർശവും സംസ്കാരവും ഉള്ളിൽ ഒളിപ്പിച്ച് പുറമേക്ക് ഇസ്ലാമിനെ അഭിനയിക്കുന്നവർ, വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും സമൂഹവും ഫിറഔനിന്റെയും ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ഫിറഔൻ അന്ന് ലോകത്തെ അടക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപതി, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് അഹങ്കരിച്ച, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കൊടും അഹന്ത എന്ന മഹാമാരി പിടികൂടിയ ധിക്കാരി, ലോക ചരിത്രത്തിൽ അവനോളം ധിക്കാരികളെ വേറെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സൈന്യവും സന്നാഹവും രാജ്യവും അധികാരവും കിരീടവും ചെങ്കോലും നേതൃത്വവുമെല്ലാം അവന്റെ കരങ്ങളിൽ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും സമൂഹവും ന്യൂനാൽന്യൂനപക്ഷം. ഇന്നത്തെ മുസ്ലിമീങ്ങൾ അവരുടെ ഭൗതികവും
അതല്ലെങ്കിൽ അവരുടെ ഭൗതികവുമായ ബുദ്ധിപരവും അതുപോലെ തന്നെ സാമ്പത്തികപരവുമായ എല്ലാ കാരണങ്ങളും നമ്മളൊന്ന് അളന്നു നോക്കുക. അന്നത്തെ കാലത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സമൂഹത്തിന്റെയും ഭൗതികമായ അവരുടെ സാഹചര്യങ്ങളും അവർക്ക് ലഭിച്ച നേട്ടങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. എന്തായിരുന്നു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനും വിശ്വാസികൾക്കും ഉണ്ടായിരുന്നത്? അവർ നിസ്സഹായരായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്തവരായിരുന്നു. എല്ലാം അപ്പുറത്തായിരുന്നു. അവസാനം ചെങ്കടലിന് അഭിമുഖമായി അവരെത്തി. മുമ്പിലതാ തിരമാലകൾ പർവ്വത സമാഹാരം പോലെ പരന്നു കിടക്കുന്ന വറ്റാത്ത ചെങ്കടൽ, പിന്നിലതാ ഫിർഔനും സമൂഹവും. ഇത് കണ്ടപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുണ്ടായിരുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അവർ പറഞ്ഞു, ഫലമ്മ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ശത്രുക്കളെ അവർ കണ്ടുമുട്ടിയപ്പോൾ, ചെങ്കടലിനെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, വിശ്വാസികൾ പറഞ്ഞു, നമ്മൾ ഇതാ പിടികൂടപ്പെടുമല്ലോ, നമ്മൾ നശിപ്പിക്കപ്പെടുമല്ലോ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല, സംശയിക്കരുത്, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. വേറൊന്നുമില്ല, അല്ലാഹുവിലുള്ള അടിയുറച്ച ഈമാൻ, വേറൊന്നുമില്ല. മരണത്തെ മുഖാമുഖം കാണുന്നു. ഒന്നെങ്കിൽ ചെങ്കടലിന് നടുക്കയത്തിൽ മുങ്ങിച്ചാവുക, അതല്ലെങ്കിൽ ഫിർഔനിന്റെ കരങ്ങൾ കൊണ്ട് വംശഹത്യ നേരിടുക. മറ്റൊരു ഓപ്ഷനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം മാത്രം അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. എന്തുണ്ടായി? അത്ഭുതകരമായി, ഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, ഒരു സാധ്യതയും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാരണവുമില്ലാത്തിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചില്ലേ? തന്റെ കയ്യിലുള്ള വടി കൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചെങ്കടലിൽ അടിക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ടു. ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹർ. അതാ ചെങ്കടലിൽ അടിക്കുന്നു. രണ്ടു പർവ്വതങ്ങൾ മാറി നിൽക്കുന്നത് പോലെ വഴി രൂപാന്തരപ്പെട്ട് ചെങ്കടലിന്റെ നടുക്കയത്തിലൂടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും വിശ്വാസികളും സുരക്ഷിതമായി രക്ഷപ്പെടുന്നു. ഫിർഔനും സമൂഹവും അവിടെ മുങ്ങിച്ചാവുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിലുള്ള ഈമാൻ, തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ സംസ്ഥാപനം, അതിന്റെ സാക്ഷാത്കാരം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ആത്മാർത്ഥമായി, സത്യസന്ധമായി, സമ്പൂർണമായി കഴിവിൻപടി നടപ്പിലാക്കിയാൽ ഇങ്ങനെ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണിത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, മുഹറം 10ന്റെ പാഠം നമ്മെ പഠിപ്പിക്കുന്ന അത്ഭുതകരമായ പാഠമാണിത്. എന്തെതിരാണെങ്കിലും, ഒന്നും നമുക്കില്ലെങ്കിലും, നമ്മൾ നിസ്സഹായരാണെങ്കിലും, നമുക്കുള്ള ഏറ്റവും വലിയ ആയുധം, വജ്രായുധം അള്ളാഹുവിന്റെ ദീൻ, തൗഹീദ്, സുന്നത്താണെങ്കിൽ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകും. അതിന്റെ ചരിത്രം സാക്ഷിയാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, ശരിയായ ദീനുൽ ഇസ്ലാം അതന്വേഷിച്ച് കണ്ടെത്തി അതിലടിയുറക്കാൻ നമ്മൾ തീരുമാനിക്കണം. അവിടെയാണ് വിജയം. ദീനിന്റെ ഏതെങ്കിലും വക്കിൽ പേരിൽ മുസ്ലിമായി, പേരിൽ മുഅ്മിനായി ജീവിച്ചാൽ പോരാ. ശരിയായ ഇസ്ലാമിന്റെ തനതായ കറകളഞ്ഞ മാർഗം ഏതാണ് എന്ന് നമ്മുടെ ബുദ്ധിയും ചിന്തയും അന്വേഷണവും പഠനവും കൊണ്ട് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അതിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കണം. ഇസ്ലാമിന്റെ പേരിൽ അനേകം കക്ഷികൾ, അനേകം ഗ്രൂപ്പുകൾ, അനേകം കൂട്ടായ്മകൾ നമ്മുടെ നാടുകളിൽ കാണാം. ഏതാണ് ശരിയുടെ വക്താക്കൾ? മുസ്ലിമീങ്ങൾ അവർ ഛിന്ന ഭിന്നമായി, അവർ വിഘടിച്ച്, അവർ പ്രത്യേക കക്ഷികളായി തിരിയുന്നവരെല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് നൽകിയിട്ടില്ല. മറിച്ച് അവിടുന്ന് പ്രവചിച്ചിട്ടുണ്ട്, ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുമെന്ന്. ആര്? മുസ്ലിം നാമധാരികൾ, ഇസ്ലാമിന്റെ പേര് വെച്ചവർ, അവർ പിരിയും, കക്ഷികളാകും, ഗ്രൂപ്പുകളാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ 73 വിഭാഗങ്ങളിൽ 72 പേരും നരകത്തിലാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ അവർ മാത്രമാണ് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ശരിയായ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് ജീവിച്ചു മരിച്ചു സ്വർഗത്തിലെത്തുന്നവർ. ആരാണവർ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിശേഷണമായി പറഞ്ഞു. ഒരു റിപ്പോർട്ടിൽ കാണാം, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളായ നിങ്ങളും ഇന്ന് 14 മുമ്പ് അന്ന് ഏതൊരു മാർഗത്തിലാണോ നിലകൊണ്ടത് ആ മാർഗത്തിൽ എന്നെന്നും നിലകൊള്ളുന്നവർ. കാലഘട്ടം പുരോഗമിക്കും തോറും, ടെക്നോളജികൾ അത് അപ്ഡേറ്റഡ് ആകും തോറും ഇത് അപരിഷ്കൃതമെന്നും പുരോഗമനത്തിനെതിരെന്നും സ്വാതന്ത്ര്യത്തിനെതിരെന്നും
ഇസ്ലാമികേതര പ്രത്യയശാസ്ത്രങ്ങളുടെ മഞ്ഞക്കണ്ണടകൾ വെച്ച് അളന്ന് ഇസ്ലാമോഫോബിയ പരത്തുന്നവർ എത്ര പുലമ്പിയാലും, എത്ര വിളംബരം ചെയ്താലും, എത്ര കുരച്ചാലും ശരി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 മുമ്പ് സ്വഹാബത്തിലൂടെ നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന തനതായ ദീൻ, 14 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ദീൻ, ആ ദീനിൽ അതിന്റെ സ്വഭാവത്തിൽ, അതിന്റെ പെരുമാറ്റത്തിൽ, സംസ്കാരത്തിൽ, ആദർശത്തിൽ, വിശ്വാസത്തിൽ, അനുഷ്ഠാനങ്ങളിൽ, ആചാരങ്ങളിൽ, വേഷത്തിൽ, കോലത്തിൽ, രൂപത്തിൽ, ഭാവത്തിൽ ആ ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുത്ത് ജീവിക്കുന്നവരാരാണോ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ഒരേ ഒരു വിഭാഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആ ദീനുൽ ഇസ്ലാമിലേക്ക് തിരിഞ്ഞു നടക്കാൻ ഈ മുഹറം 10 ചരിത്ര പാഠങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും അണിനിരുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ ആദർശങ്ങൾക്കും സംസ്കാരങ്ങൾക്കും എതിരായ നടപടിക്രമങ്ങൾ നമ്മുടെ ഇളം തലമുറയിലൂടെ, അവർ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിലൂടെ പുതിയ പരിഷ്കാരമായി എന്തോ ചില കാര്യങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് പോലും സഹോദരങ്ങളെ, ഇത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ഇതറിയുമ്പോൾ മുസ്ലിം നാമധാരികളായ രക്ഷിതാക്കൾ പോലും പലപ്പോഴും അതിന് സമ്മതമുള്ളൂ. എന്താ അതിന് പ്രശ്നം? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാണ്? അതൊന്നും ചിന്തിച്ചാ പോരെ? അതിനെപ്പത്ര വലിയ കോലാഹലം ഉണ്ടാക്കണമോ എന്ന് മുസ്ലിം നാമധാരികളായ രക്ഷിതാക്കൾ വരെ ഒരാശങ്കയുമില്ലാതെ, ലവലേശം പോലും മുഷിച്ചിലില്ലാതെ അവർ സോഷ്യൽ മീഡിയയിൽ ശബ്ദിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേൾക്കൂ നിങ്ങൾ. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരാണ് ഈ നാട്യത്തിന്റെയും നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും തോന്നിവാസങ്ങളുടെയും ഉപജ്ഞാതാക്കൾ? ആരാണ് ഈ സമൂഹത്തിൽ അതിന്റെ വിത്തുപാകിയത്? ഈ പറയപ്പെട്ട, ഈ പേര് വിശേഷിപ്പിക്കപ്പെട്ട, ഈ വിവാദത്തിന് പരാമർശിക്കപ്പെട്ട ഈ സംഭവവും എവിടെ നിന്ന് വന്നതാണ്? ആരുടെ ഉൽപ്പന്നമാണ്? പാശ്ചാത്യന്മാരുടെ, ഇസ്ലാമികേതര സംസ്കാരങ്ങളുടെ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അവരുടെ സ്വഭാവവും സംസ്കാരവും ഇന്നെന്താണ് നമുക്കറിയാം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണോ ഒരു സമൂഹത്തോട് സദൃശ്യരാകുന്നത്, ഉള്ളിൽ അവരോടുള്ള ഇഷ്ടമൊന്നും വേണ്ട, പുറമേക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തോട് ആരാണോ സദൃശ്യരാകുന്നത് അവരവരിൽ പെട്ടു എന്നാണ്. എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ മുസ്ലിമാണ് എന്ന് നീ നാഴികക്ക് 40 വട്ടം നിന്റെ നാവ് കൊണ്ട് ഉരുവിട്ടാലും ശരി, നീ അവരോട് എന്തെങ്കിലും വിധത്തിൽ സാദൃശ്യനാകുന്നോ, നീ അവരിൽ പെട്ടു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്, നമുക്ക് നമ്മുടേതായ രീതികളുണ്ട്, ആദർശമുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക് അഭിമാനബോധത്തിൽ അതിനെതിരെ വരുന്ന ഒളിയമ്പുകളെ തച്ചു തകർക്കാൻ, പ്രതിരോധിക്കാൻ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം തയ്യാറായാൽ ആരെങ്കിലും ഈ സമൂഹത്തിൽ ഇതിനെതിരെ ശബ്ദിക്കുന്നവർ ഒറ്റപ്പെടുമോ? അവർ പാർശ്വവൽക്കരിക്കപ്പെടുമോ? അവർ ഭീകരവാദികളായി, തീവ്രവാദികളായി ചാപ്പകുത്തപ്പെടുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് നമുക്ക് മുസ്ലിമിന്റെ സ്വത്ത് പോലെ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, വീണ്ടെടുക്കാൻ സാധിക്കണം. ഇസ്ലാമിന്റെ സംസ്കാരം എന്താണെന്ന് പഠിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമ്മുടെ മക്കളെ ചെറുപ്പത്തിലേ അവരെ കാതിലൂടെ ഹൃദയത്തിൽ കൊത്തിവെക്കാൻ നമുക്ക് സാധിക്കണം. അനിസ്ലാമികളിലേക്ക് ചെറുപ്പം മുതൽ അഴിച്ചുവിട്ടാൽ നിങ്ങളൊന്ന് ഭയക്കണം, നമ്മൾ ഓരോരുത്തരും ഭയക്കണം. നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ ഏത് ഇസ്ലാമിലാണ് വളരുക, ഏത് ഇസ്ലാമിലാണ് അവർ ജീവിക്കുക? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ മുഹറം 10 ആശൂറ നോമ്പ് ജൂതന്മാർ എടുക്കുന്നു. മൂസാ നബിയും സമൂഹവും വിജയം നൽകപ്പെട്ടതിന്റെ പേരിൽ നന്ദി സൂചകമായി അവർ നോമ്പെടുത്തത് അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അവരോട് പറഞ്ഞത്? എങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 നോമ്പെടുക്കും. എന്തിനാണത്? നിങ്ങളെക്കാൾ ആ നോമ്പെടുക്കാൻ മൂസാ നബിയോട് താദാത്മ്യം പുലർത്താൻ കടപ്പെട്ടവർ ഞങ്ങളാണ്. ജൂതനസാറാക്കളോട്, ജൂതന്മാരുടെ ഒരു നോമ്പിനോട്, മുഹറം 10 ഒരു ഐച്ഛികമായ നോമ്പിനോട് എതിരാകാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവർ 10 നോമ്പെടുക്കുന്നുണ്ട്, നമ്മൾ 10 മാത്രം ഒതുക്കരുത്. അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കണം, 9 നോമ്പെടുക്കണം. കാരണം എന്താ? ജൂതനസാറാക്കൾ, അന്യ സമുദായങ്ങളുടെ സംസ്കാരത്തിനോട് എതിരാകാൻ. അതിനാണ് മുഹറം 9 നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ആധുനികമായ ഇസ്ലാമികേതര ചിന്തകളും ആദർശങ്ങളും സംസ്കാരങ്ങളും ചർച്ചയാകുന്ന
പൊതുസമൂഹത്തിൽ അത് അടിച്ചേൽപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ ഭരണകൂടവും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും മെനക്കെടുന്ന ഈ സാഹചര്യത്തിൽ മുഹറം 10 നോമ്പിനെ മുൻനിർത്തി അന്യ സമൂഹത്തോടെതിരാകാനുള്ള പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് കൂടി ഓർക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മുഹറം 10 ആശൂറ ദിവസത്തിന്റെ പ്രത്യേകതയുടെ വിഷയത്തിൽ അതിൻ്റെ പോരിഷയുടെയും ആ ദിവസത്തിലെ നോമ്പെടുക്കലിൻ്റെയും വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ 2 കക്ഷികളെ നമുക്ക് കാണാം. ഈ വിഷയത്തിൽ 2 തട്ടിൽ നിൽക്കുന്ന 2 കക്ഷികൾ പണ്ഡിതന്മാർ പറയുന്നു. അതിലൊന്നാമത്തെ വിഭാഗം, ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വിഭാഗത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കുകയോ അറിയുകയോ കാണുകയോ ചെയ്യാറില്ല. പക്ഷേ ലോകാടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ 2 വിഭാഗവും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നാമത്തെ വിഭാഗം, ഞാൻ പറഞ്ഞ കൂട്ടർ, ഈ ദിവസത്തെ ആഘോഷ ദിവസമാക്കുന്നവരാണ്. മുഹറം 10 ആഘോഷ ദിവസമാക്കുന്നവർ. അവർ അതിനുവേണ്ടി ചില ദഈഫായ, അതല്ല പരമ്പര പോലുമില്ലാത്ത ചില കെട്ടിച്ചമച്ച ഹദീസുകൾ, കള്ള ഹദീസുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഈ ദിവസത്തിൽ മൻ വസ്സഅ അലാ അഹ്ലിഹി യൗമ ആശൂറ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതി. ആരാണ് ഈ ദിവസം തന്റെ കുടുംബങ്ങൾക്ക് വാരിക്കോരി ഭക്ഷണവും സൗകര്യവും ആഘോഷങ്ങളൊക്കെ പൊടിപൊടിപ്പിക്കുന്നത്, അവർക്ക് ഈ വർഷത്തിലെ മറ്റു ദിവസങ്ങളിലും അല്ലാഹു വിശാലത ചെയ്യും, ഭൗതികമായി വിശാലത ചെയ്യുമെന്ന ഹദീസുണ്ട് പോലും. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല പറയുന്നു, ഈ ഹദീസിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കെട്ടിച്ചമച്ച കള്ള ഹദീസാണിത്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുഹറം 10 ദിവസം ആഘോഷമാക്കാം. അന്ന് മധുരം വിതരണം ചെയ്യുന്നു, അന്ന് പുതിയ വസ്ത്രങ്ങൾ എടുക്കുന്നു, നിറങ്ങൾ ചാർത്തുന്നു, വീടുകൾ അലങ്കരിക്കുന്നു. ഇങ്ങനെ ആഘോഷ ദിവസമാക്കുന്ന ഒരു കൂട്ടർ അവർ മുസ്ലിം ഉമ്മത്തിൽ നിന്ന്, അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന്, ഇസ്ലാമിന്റെ ശരിയായ പാതയിൽ നിന്ന് വ്യതിചലിച്ച ഒരു കക്ഷിയാണ്. മറ്റൊരു വിഭാഗം ഇതിന്റെ നേരെതിർ നിലനിൽക്കുന്നവരാണ്. ആരാണവർ? അവരെക്കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാകുക. അവർ ഈ ദിവസത്തെ ആഘോഷിക്കുന്നതിന് പകരം ദുഃഖത്തിന്റെയും വ്യതയുടെയും ശാപത്തിന്റെയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിന്റെ ശരിയായ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ വക്താക്കളെ തെറി പറയാനും ആക്ഷേപിക്കാനും വേണ്ടി ദിവസത്തെ തിരഞ്ഞെടുക്കും. അവരാണ് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന, നമ്മളിൽ പലരും പിന്തുണ പ്രഖ്യാപിക്കുന്ന ഇറാൻ എന്ന ഷിയാ രാഷ്ട്രത്തിന്റെ അവരാദർശത്തിന്റെ അടിത്തറ ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിന്റെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുക, ശപിക്കുക, തെറി വിളിക്കുക, അത് ആരാധനയായി കൊണ്ടു നടക്കുക. അതിനവർ പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് മുഹറം 10 ദിവസം. ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? അന്നത്തെ ദിവസം മഹാനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടു എന്ന പേരിൽ ആ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പ്രതികാരമായി, അതല്ലെങ്കിൽ അതിനുള്ള പ്രതിഷേധമായി, അനുശോചനമായി, ദുഃഖാചരണമായി ഇന്നും ലോക ഷിയാക്കൾ ഈ ദിവസത്തെ ഒരു ദുശഗുണമായി, ഒരു ദുർദിവസമായി, ഒരു ദുരാചാരണത്തിന്റെ, ദുഃഖാചാരണത്തിന്റെ, ഗതികേടിന്റെ, നെറികേടിന്റെ ദിവസമായി, ശാപത്തിന്റെ, കോപത്തിന്റെ ദിവസമായി സ്വയം, എത്രത്തോളം എന്ന് വെച്ചാൽ അവർ ആയുധങ്ങൾ ഏന്തുന്നു, മൂർച്ചയുള്ള ആയുധങ്ങൾ ഏന്തുന്നു. നിങ്ങൾ കാണാറുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലും മറ്റും. എന്നിട്ട് അവർ സ്വയം തല്ലുന്നു, സ്വയം മുറിവേൽപ്പിക്കുന്നു, സ്വന്തം ശരീരത്തിലൂടെ രക്തമൊലിപ്പിക്കുന്നു, അലമുറയിടുന്നു, അട്ടഹാസം കാണിക്കുന്നു, വസ്ത്രങ്ങൾ പിച്ചിച്ചീന്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ജാഹിലിയത്തിന്റെ നടപടിക്രമങ്ങൾ എന്ന് വിശേഷിപ്പിച്ച സകല തോന്നിവാസങ്ങളും ഇതിന്റെ പേരിൽ അവർ ചെയ്യുന്നു. ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിന് വേണ്ടി അലമുറയിടുക, മാറത്തടിക്കുക, വസ്ത്രം പിച്ചി ചീന്തുക എന്നത് ജാഹിലിയത്തിന്റെ നടപടിക്രമമാണ്. അങ്ങനെ ചെയ്യുന്നവർ ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു. അതാണ് അവരുടെ ഈ ദിവസത്തിലെ പ്രധാനപ്പെട്ട ആചാരം. ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിന്റെ പേരിൽ ദുഃഖമറിയിച്ച് അലമുറയിടുക, സ്വന്തത്തെ തന്നെ ആത്മഹത്യാപരമായി ഉപദ്രവിക്കുക, വാളെടുക്കുക, രക്തം ചിന്തുക. സഹോദരങ്ങളെ, ഇങ്ങനെയൊരു ഭാഗത്തെ നമുക്ക് കാണാം. ഇവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെയുള്ള അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകളോടും, ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും, അവരുടെ മക്കൾ, ഇവരോടുള്ള സ്നേഹപ്രകടനം, അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കണ്ടേ, അത് ഈമാനിൽപ്പെട്ടതല്ലേ എന്നതിനെ മുൻനിർത്തിയാണ് ഇത് അവതരിപ്പിക്കുക. പക്ഷേ അതോടൊപ്പം അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹം പൂർത്തിയാകണമെങ്കിൽ അവർ പറയും മറ്റു സ്വഹാബികളെ തെറി വിളിക്കണമെന്ന്, മറ്റു സ്വഹാബികളെ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കണമെന്ന്. അതാണ് അതിന് സമാന്തരമായി അവർ സ്ഥാപിക്കുന്നത്. അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നത് അബൂബക്കറും ഉമറും ഉസ്മാനും അടങ്ങുന്ന മറ്റു സ്വഹാബികളെ തെറി പറഞ്ഞും അവർ കുഫാറുകളാണ്, കാഫിറുകളാണ് എന്നവരെ തക്ഫീർ ചെയ്തുമാണ്. മുഹറം 10 അവരെ ആഘോഷങ്ങളിൽ അവർ നിറഞ്ചാർത്തുന്ന, മലീമസമാക്കുന്ന മറ്റു ചില ഏർപ്പാടുകളുടെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഘാതകരായിരുന്നു ഇവർ തന്നെയാണ്, ഈ ഷിയാക്കൾ തന്നെയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൂഫയിലേക്ക് വിളിച്ചു വരുത്തി കൊന്നത് ഇവരായിരുന്നു. ഇവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ കാണാം, അന്ന് കൂഫയുടെ അമീറായിരുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ്, അയാളാണ് ഇതിന് ഉത്തരവിട്ടത്. അന്ന് ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയായ മുആവിയത്ത് ഇബ്നു യസീദ് ഇബ്നു മുആവിയ, അദ്ദേഹത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല. ചരിത്രം വളരെ വികലമാക്കിയ ചരിത്രമാണ് കർബലയുടെ ചരിത്രം. നിങ്ങൾ നിഷ്പക്ഷമായി ആധികാരികമായ ഉറവിടങ്ങളിൽ അത് വായിക്കണം. തിരുത്തപ്പെടേണ്ട ധാരണകൾ ഒരുപാടുണ്ട്. യസീദ് ഇബ്നു മുആവിയക്ക് അതിൽ യാതൊരു പങ്കുമില്ല. യസീദിനെ തെറി വിളിക്കുന്നതിന്റെ പേരിൽ യസീദിനെതിരെ ശാപവാക്കുകൾ ഉയർത്തുന്നു. കൂഫയുടെ അമീറിന്റെ സ്ഥാനമേൽപ്പിക്കപ്പെട്ട ഉബൈദ് ഇബ്നു സിയാദിന്റെ വിരോധമായിരുന്നു ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. അദ്ദേഹത്തെ നേരിട്ട് കൊന്നത് സിനാൻ ഇബ്നു അനസ് അൻ-നഖ്ഇ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ശംർ ഇബ്നു ദിൽ ഹൗഷൻ എന്ന് പറയുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ കഴുത്തറുത്തത് ഇവരായിരുന്നു. ഇവർ 3 വിഭാഗവും, ഈ 3 കൂട്ടരും, ഈ പറഞ്ഞ 3 വ്യക്തികളും ഷിയാക്കളിൽപ്പെട്ടവരായിരുന്നു. ഷിയാ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്നും കാണാം നമുക്ക്. ജമൽ സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹുവിന്റെ പക്ഷക്കാരായി, പിന്നീട് അവരാണ് ഷിയാക്കളായി രൂപാന്തരം കൊണ്ടത്. അലി റളിയല്ലാഹുവിന്റെ പക്ഷത്തായിരുന്നു ഈ 3 വ്യക്തികളും ഉണ്ടായിരുന്നത്. ഷിയാക്കളുടെ തലതൊട്ടപ്പന്മാരായിരുന്നു. ഇവരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു വധിച്ചത്. അവർ തന്നെയാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിൽ വിലാപം മുഹറം 10 ആചരിച്ച് സകല തോന്നിവാസങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിച്ച് സകല സ്വഹാബത്തിനെയും അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ ശാപകോപ വാക്കുകൾ കൊണ്ട് തക്ഫീർ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ചരിത്ര പാഠവും വികലമാക്കപ്പെട്ട തിരുത്തേണ്ട ധാരണയും മുഹറം 10 പാഠങ്ങളിൽ ഒന്നായി നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയട്ടെ, കർബലയുടെ ചരിത്രം നിഷ്പക്ഷമായി ആധികാരികമായ ഉറവിടത്തിൽ നമ്മൾ വായിക്കണം. മുസ്ലിം ഉമ്മത്തിലേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചരിത്ര ശകലങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ശരിയായി പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് അതിലായി മരണം വരെ നിലകൊള്ളുന്ന അന്തസ്സും അഭിമാനമുള്ള മുസ്ലിമീങ്ങളെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.